ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് എൻ്റെ കുറച്ച് 10 മണി കളക്ഷനുകളാണ്. കുറേ ദിവസമായി ഞാൻ ഇപ്പോൾ വരയ്ക്കലൊക്കെ കുറവാണ്. അപ്പം എൻ്റെ മെയിൻ പരിപാടികളെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെടികൾ നോക്കലാണ്. എന്നുവെച്ചാൽ വലിയ രീതിയിലുള്ള ചെടികളൊന്നുമില്ല, കുറച്ച് 10 മണി കളക്ഷനുകളുണ്ട്. അതൊരു ലോഡുണ്ട്. അതുകൊണ്ട് ടെറസിൻ്റെ മണ്ടയിൽ കണ്ട കവറുകളിലെല്ലാം ഞാൻ കൂട്ടി വെക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ കാണാൻ നല്ല രസമായിട്ട് രാവിലെ 10 മണി കഴിഞ്ഞിട്ട് ഇതൊക്കെ വന്ന് നോക്കുമ്പോൾ ഇത് പൂത്തൊരഞ്ഞ് നിൽക്കും. ടെറസിൻ്റെ മണ്ട കാണാൻ നല്ല ഭംഗിയാണ്. മഞ്ഞ, റോസ്, വെള്ള, അങ്ങനെ പല കളറും. ഇത് റോസ്, വേറൊന്നും, ഇതൊക്കെ കാട് പോലെ പിടിച്ചതാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് വളം എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ തേയില, ബാക്കി വരുന്ന തേയില കളയാറില്ല. അതൊരു കവറിലിട്ട് വെച്ചിട്ട് ഒന്ന് ഉണക്കിയോ അല്ലെങ്കിൽ വെള്ളത്തോട് ചേർത്ത് ഒഴിച്ചു കൊടുക്കും. അതിന് നല്ലൊരു വളം കേട്ടോ. പക്ഷേ ഇത് കൂടുതൽ ഓവറാകുമ്പോൾ, മണ്ണധികം നനഞ്ഞ് ഓവറാകുമ്പോൾ ഇതിനൊരു ഫംഗസ് വരും. അപ്പോൾ ഇത് ഇല്ലാതാവാൻ ചാൻസ്. ഇത് മാറ്റി മാറ്റി നടുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് പിടിക്കുന്നത്. ഇതൊക്കെ ഏകദേശം ഒന്ന് വെട്ടിക്കൊടുക്കാനായി. എന്ന് വെച്ചാൽ നമുക്ക് സങ്കടം തോന്നും ഈ പൂവൊക്കെ വെട്ടി കൊടുക്കാനൊക്കെ. പക്ഷെ അങ്ങനെ ചെയ്താലാണ് ഇത് നന്നായി പുഷ്ടിയോടെ വളരുള്ളൂ. ഇപ്പം എനിക്ക് സമയം കിട്ടാറില്ല. ഇതൊക്കെ പഴയ കളക്ഷനുകളാണ്. ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കാക്ക പൂച്ചെടികളും ഇതെല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വീടിന് ചുറ്റും ഉണ്ടാവാറുണ്ട്. മഴ സമയമാകുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. ഇതൊരു ചുവപ്പാണ്. കണ്ട റോസ് പോലെ ഇരിക്കും ഫോണിൽ കാണുമ്പോഴാണ്. ഇതൊക്കെ ഇതും വേറൊരു ടൈപ്പ് കാക്കപ്പൂവും. ഇതൊക്കെ താഴെ ഉണ്ടായ കാക്കപ്പൂക്കളാണ് കേട്ടോ. ഞാൻ മേലെ കൊണ്ടുവച്ച് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എപ്പോഴും പൂവുണ്ടാകുമ്പോൾ പ്രത്യേക ഒരു രസം കാണാൻ. ഇത് റോസ്, ഇത് ചുവപ്പ്. ഇത് പെട്ടെന്ന് അങ്ങ് പിടിക്കും കേട്ടോ. നല്ല മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കുറേ അങ്ങ് പിടിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് മഞ്ഞ, കാണാൻ നല്ല രസം കേട്ടോ. വേറെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇഷ്ടംപോലെ പൂവുണ്ട്, പക്ഷേ എല്ലാം എപ്പോഴും പൂത്തിക്കില്ല. ഇതൊരു വെറൈറ്റി ഇലച്ചെടിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഇത് 10 മണിയിലെ ഒരു വെറൈറ്റി കളക്ഷനാണ്. ഭയങ്കര വലിപ്പമാണ് ഇതിൻ്റെ പൂവിന്, പക്ഷെ എപ്പോഴും പൂക്കില്ല. പിന്നെ ഇതൊരു വെള്ള തട്ടുള്ളത്. എൻ്റെ ഒരു വെറൈറ്റി ഇഷ്ടംപോലെ ഉണ്ട്. വെള്ള തട്ടുള്ളതുണ്ട്, മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്. പക്ഷേ എന്നും പൂക്കാത്തതുകൊണ്ട് എനിക്കെല്ലാം ഇടാൻ പറ്റുന്നില്ല. ഇന്നുള്ളത് ഞാൻ ഇട്ടുതരാം. ഇതൊരു നീലച്ചെടിയാണ്. ഇതെൻ്റെ ഇഷ്ടമാണ്, ഞാൻ മാറ്റി ഇട്ടത്. ഇത് ഇവിടെ കൊണ്ടിട്ടാൽ നല്ലോണം പൂ വരുമെന്ന് വെച്ചിട്ട്. ഇതൊരു സൈസ് കാക്കപ്പൂ. നേരത്തെ കണ്ടതിന് വ്യത്യാസമുണ്ട്. ഇത് റോസ്. ഇനി നെക്സ്റ്റ് ഇത് നേരത്തെ കണ്ട വെള്ളേൻ്റെ തന്നെ. ഞാൻ തെർമോക്കോളിലും കണ്ട കവറുകളിലെല്ലാം നട്ട് വെക്കാറുണ്ട് കേട്ടോ. അതാണ് എളുപ്പം. എൻ്റെ കയ്യിൽ വരുന്ന കളക്ഷനുകളൊന്നും ഞാൻ കളയാതെ സൂക്ഷിക്കും. ഇത് നിത്യകല്യാണീൻ്റെ കൂടെ അങ്ങ് നടന്നതാണേ. നിത്യകല്യാണി അത്ര പുഷ്ടിച്ച് നിൽക്കുന്നില്ല. ഒന്ന് കെയർ ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല, മക്കളുടെ പിറകെ ഓടുന്നതുകൊണ്ട്. ഇത് കാക്കപ്പൂ. ഇത് എത്ര കാലമായെന്നറിയോ. ഇത് ഈ ഒരു വലിപ്പം തന്നെ, പക്ഷേ എപ്പോഴും പൂ തരും. ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത, മണ്ടേ കൊണ്ടുവച്ച് വെയിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിങ്ങനെ വലുതായിട്ടങ്ങ് ഓവറായി വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെടി കളക്ഷൻ. വേറൊരു കാക്കപ്പൂ കാണിച്ചു തരാമേ. ഇത് കണ്ടോ, ഇത് ഫുൾ വൈറ്റാണ് ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ. അപ്പം ഇത് മഞ്ഞ. ഇതൊക്കെയാണ് എൻ്റെ കളക്ഷനുകൾ. ഇനി ഒരു ചുവപ്പ് കാണിച്ചു തരാം. അത് കുറേ ഉണ്ടായിരുന്നു, പോയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചെടി കളക്ഷൻ ഇഷ്ടപ്പെട്ടവരെല്ലാവരും എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പിന്നെ ഇതൊക്കെ എൻ്റെ 10 മണി കളക്ഷനുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്നറിയാം. താങ്ക് യു.